കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് വചനം ഒരുമിച്ച് പങ്കിടുവാൻ വലിയവനായ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമുക്കൊരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാനും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങളെ തന്നിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം പറയുന്നു. നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ദൈവത്തിന്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 11 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 12ാമത്തെ ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്ന വിഷയത്തിന്റെ 12ാമത്തെ ഭാഗം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തെ നാം എങ്ങനെ മാനിക്കണം. ദൈവവചനത്തെ നാം എങ്ങനെ മാനിക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ദൈവവചനത്തിന്റെ പ്രവർത്തനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നാം ദൈവവചനത്തെ എങ്ങനെ മാനിക്കണം. നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇങ്ങനെ വായിക്കുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. നാം ദൈവ വചനത്തെ എങ്ങനെ മാനിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടൊരു വാക്യം വായിച്ചു കഴിഞ്ഞാലാണ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്ദിയോടെ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. നമുക്കറിയാം, പാപത്തിൽ വീണുപോയ മനുഷ്യന് സ്വർഗത്തിലെ ദൈവം നൽകിയ പകരം വയ്ക്കാനില്ലാത്ത അമൂല്യ നിധിയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. പാപത്തിന്റെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന പാപിക്ക് വെളിച്ചം കാട്ടുന്ന വിളക്കാണ് ദൈവത്തിന്റെ വചനം. സ്നേഹവാനായ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കത്ത് ആണ് ദൈവത്തിന്റെ വചനം. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള മനുഷ്യവർഗത്തെ രക്ഷകനായ കർത്താവിങ്കിലേക്ക് വഴികാട്ടുന്ന ഉത്തമ ഗ്രന്ഥമാണ് തിരുവചനം. ഒരു കൈയിൽ വിശുദ്ധ വേദപുസ്തകവും മറുകൈയിൽ വർത്തമാന പത്രങ്ങളും പിടിച്ചുകൊണ്ട് ആധുനിക കാല സംഭവങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ തിരുവചനത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യമാകും. ഇത്രയേറെ പ്രസക്തമായ ഈ ഗ്രന്ഥത്തെ നാം എങ്ങനെ മാനിക്കണമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പൊ നോക്കി, വളരെ പ്രസക്തമായ തിരുവചനം, ലോകത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. അപ്പൊ ഈ പുസ്തകത്തെ നാം എങ്ങനെ മാനിക്കണം? ഒന്ന്, നാം ദിനംതോറും ഈ പുസ്തകം വായിക്കണം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 11 മുതൽ 13 വരെ. ആവർത്തനം 31, 11 മുതൽ 13 വരെ. എന്ത് വായിക്കുന്നത്? ഇവിടെ എന്താ വായിക്കുന്നത്? ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ട് പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു കൂട്ടണം. നമുക്ക് ഇവിടെ വചനം എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ വചനത്തെ എങ്ങനെ നമ്മൾ മാനിക്കണം? ഒന്ന്, ഇത് വായിക്കണം. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ വായിച്ചത് ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. എസ്രാ ശാസ്ത്രി ഒരു ഉയർന്ന പീഠത്തിൽ കയറി എന്ന് വായിച്ചതിന്റെ കാരണം എന്താ? എല്ലാവരും കേൾക്കണം. അപ്പൊ എല്ലാവരും വായിക്കണം. അതിന്റെ കാരണം എന്താണ്? പുരുഷന്മാരും
സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ട് പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ടി ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ഇതെല്ലാവരും കേൾക്ക വായിക്കണം. അപ്പൊ തിരുവചനം വായിക്കണം. അപ്പൊ ദൈവവചനത്തെ എങ്ങനെ മാനിക്കണം? ഒന്ന്, നമ്മൾ ദിനം തോറും വായിക്കണം. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ദിനം തോറും വായിക്കുന്ന ഒരുവന് മാത്രമേ ദൈവത്തിന് എന്താണ് തന്നോട് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നു. ദൈവത്തിന് ഇങ്ങോട്ട് സംസാരിക്കണമെങ്കിലോ വചനം വായിക്കണം. വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അപ്പൊ തിരുവചന വായന നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. അതാണ് തിരുവചന വായനയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശവും. ജാതി മത വർണ്ണ വർഗ ലിംഗ ഭേദമന്യേ സകലരെയും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. മഹാത്മാഗാന്ധിയും സരോജിനി നായിഡുവും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ ഈ പുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ മഹാരഥന്മാർ അനേകർ ഈ പുസ്തകത്തിന്റെ താളുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തിരുവചന വായന ഒരു വ്യക്തിയെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഒരു തെളിവാണ് മഹാരാഷ്ട്രയിലെ ഒരു പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച നാരായൺ വാമന തിലകിന്റെ ജീവിതം. അപ്പൊ തിരുവചന വായന ഒരു വ്യക്തി എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് മനസ്സിലാവും. അപ്പൊ നാരായൺ വാമന തിലക് മഹാരാഷ്ട്രയിലെ ഒരു പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന മതത്തിന്റെ ജാതി ചിന്തകളും മറ്റും അദ്ദേഹത്തെ പലപ്പോഴും അസ്വസ്ഥനാക്കിയിരുന്നു. ഒരു ദിവസം അദ്ദേഹം പട്ടണത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പാശ്ചാത്യൻ അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് വേദപുസ്തകം സമ്മാനമായിട്ട് നൽകി. പിന്നീട് അദ്ദേഹം ഗുമസ്തനായി ജോലി ചെയ്യുമ്പോൾ, പട്ടണത്തിൽ ജോലി ചെയ്യുമ്പോൾ മറ്റു പുസ്തകങ്ങളൊന്നും വായിക്കാനില്ലാതിരുന്നപ്പോൾ വേദപുസ്തകം വായിക്കാൻ തീരുമാനിച്ചു. വേദപുസ്തക വായന അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയാക്കി തീർന്നു. പിന്നീട് മറാത്തി ഭാഷയിൽ 150-ൽ പരം ക്രിസ്തീയ കീർത്തനങ്ങൾ രചിച്ച് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി തീർന്ന അദ്ദേഹം നല്ല ഒരു ക്രൈസ്തവ ഭക്തനായിട്ട് ലോകം വിട്ട് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ വേദപുസ്തകം മാറ്റിമറിച്ചു. എന്തിനാണ് ഈ പുസ്തകം നമുക്ക് ഇപ്രകാരം എഴുതി കയ്യിൽ കിട്ടിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം എന്താണ്? യോഹന്നാൻ 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും, എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ മാനിക്കണം? ദിനംതോറും ഇത് ശ്രദ്ധയോടെ വായിക്കണം. ഇപ്രകാരം എഴുതപ്പെട്ട തിരുവചനത്തെ ദിനം തോറും ശ്രദ്ധയോടെ വായിക്കുന്നവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്നാണ് വചനം പറയുന്നത്. വെളിപ്പാട് പ്രവചനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപ്പാട് 1:3. ഇവിടെ എന്താ വായിക്കുന്നത്? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയമെടുത്തിരിക്കുന്നു. ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നവൻ, കേൾക്കുന്നവർ, അതിലെഴുതിയിരിക്കുന്നവർ, പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ ദിനം തോറും ഈ പുസ്തകത്തെ മാനിക്കുന്ന ഒരുവൻ അത് ശ്രദ്ധയോടെ വായിക്കണം. ഇനി രണ്ടാമതായിട്ട്, ഒന്നാമതായിട്ട് പുസ്തകത്തെ എങ്ങനെ മാനിക്കണം? നാം വായിക്കണം. 2, ഗ്രഹിക്കണം, അനുസരിക്കണം. വചനം വെറുതെ വായിച്ചാൽ പോരാ, വായിക്കുന്നത് ഗ്രഹിച്ചെന്ത് ചെയ്യണം? അനുസരിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കണം. വചനം ശ്രദ്ധിച്ചോ? എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കണം. അപ്പൊ ദൈവവചനം വായിച്ചാൽ മാത്രം പോരാ,
അത് ഗ്രഹിച്ച് അനുസരിക്കണം. അപ്പം നാം ഈ തിരുവചനം ശരിക്കും വായിച്ച് ഗ്രഹിച്ചനുസരിച്ചാൽ അത് നമ്മുടെ ജീവിതങ്ങളെ മാത്രമല്ല മാറ്റിമറിക്കുന്നത്, ചുറ്റുപാടുമുള്ളവരുടെ ജീവിതങ്ങളെയും മാറ്റിമറിക്കും. അപ്പം ഞാൻ തിരുവചനം വായിച്ച് ഗ്രഹിച്ച് അനുസരിച്ചാൽ അത് എൻ്റെ ജീവിതത്തെ മാറ്റുക മാത്രമല്ല, ചുറ്റുപാടുകളെ എന്ത് ചെയ്യും? മറ്റുള്ളവരെയും സ്വാധീനിക്കും. ഒരിക്കൽ 4 വേദ പണ്ഡിതന്മാർ തിരുവചനത്തിന്റെ പരിഭാഷയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒന്നാമത്തവൻ പറഞ്ഞു, എനിക്ക് കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും ഇഷ്ടം, കാരണം അതിൻ്റെ ഭാഷ അത്യുജ്വലമാണ്. തന്നെ അത് ബഹുമാനത്തോടെയാണ്, ദൈവത്തെ വളരെ ബഹുമാനത്തോടെയൊക്കെ സംബോധന ചെയ്യുന്നത്. അവൻ ഇവൻ എന്നൊന്നും വചനത്തില് കിങ് ജെയിംസ് വേർഷനിലില്ല. അപ്പൊ രണ്ടാമത്തവൻ പറഞ്ഞു, എനിക്ക് ന്യൂ ഇന്റർനാഷണൽ വേർഷനാണ് ഇഷ്ടം, അതിന് കാരണം അതിൻ്റെ ഭാഷ ഒത്തിരി ആധുനികമാണ്. മൂന്നാമത്തവൻ പറഞ്ഞു, എനിക്ക് ഗുഡ് ന്യൂസ് ബൈബിളാണ് ഇഷ്ടം, കാരണം അതിൻ്റെ ഭാഷ വളരെ ലളിതമാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാവും. നാലാമത്തവൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയുടെ പരിഭാഷയാണ്. അപ്പം മറ്റേ 3 പേര് ചോദിച്ചു, നിന്റെ അമ്മ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പം നാലാമൻ പറഞ്ഞു, എൻ്റെ അമ്മ ഒരു പുസ്തകവും പരിഭാഷപ്പെടുത്തിയിട്ടില്ല, പക്ഷെ എൻ്റെ അമ്മ വേദപുസ്തകം വായിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വായിച്ച പരിഭാഷ എൻ്റെ അമ്മയുടെ പരിഭാഷയാണ്. പ്രിയമുള്ളവരെ, തിരുവചനം നാം വായിച്ച് ഗ്രഹിച്ച് അനുസരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിച്ച് ഗ്രഹിച്ച് അനുസരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ആളുകളുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറയാം. വചനം വായിച്ച് ഗ്രഹിച്ച് അനുസരിച്ച ഒരുവനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെ. അവിടെ എന്താ വായിക്കുന്നത്? അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് കൽപ്പിച്ചു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് തേരിനോട് ചേർന്ന് നടക്ക എന്ന് കൽപ്പിച്ചു. അവൻ ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, പ്രവാചകൻ ഇത് ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഷണ്ണനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവനവനെ സ്നാനം കഴിപ്പിച്ചു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള ഈ വേദഭാഗങ്ങൾ നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെ വചനം വായിച്ച് ഗ്രഹിച്ച് അതനുസരിച്ച ഒരുവനെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാൻ. അങ്ങനെ ഫിലിപ്പോസ് അങ്ങോട്ട് ചെന്ന സമയത്ത് കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അദ്ദേഹം എവിടെ പോയിട്ട് വരികയായിരുന്നു? യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് മടങ്ങി വരികയിൽ തേരിലിരുന്ന് ഇങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഫിലിപ്പോസിനോട് ആത്മാവ് പറയും തേരിനോട് ചേർന്ന് നടക്കാൻ.
അപ്പോഴേ വായിക്കുന്നത് കേട്ടപ്പോൾ ചോദിച്ചു, വായിക്കുന്ന വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഒരാൾ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അങ്ങനെ ഫിലിപ്പോസ് കൂടെ കയറിയിരിക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറിയിരുന്നു. വായിച്ച ഭാഗം എന്താ? അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. അപ്പം ഷണ്ണനൊരു ചോദ്യം, ഇത് ഫിലിപ്പോസ്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ചാ പറയുന്നത്? തന്നെ കുറിച്ചാണോ മറ്റൊരുത്തിനെ കുറിച്ചാണോ? ഇത് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. കാരണം കർത്താവ് യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സുവിശേഷം പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെള്ളം, ഈ സുവിശേഷം പറഞ്ഞ കൂട്ടത്തില് ഫിലിപ്പോസ് പറഞ്ഞു കാണും, എന്ത്? കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. ഇതൊക്കെ പഠിപ്പിച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്കാ വെള്ളം കണ്ടത്. അവ പറഞ്ഞു, ദാണ്ട് വെള്ളം, ഞാൻ സ്നാനം കേൾക്കാൻ റെഡിയാ, തടസ്സം വല്ലതും ഉണ്ടോ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. പേര് നിർത്താൻ പറഞ്ഞു, നിർത്തി. ഫിലിപ്പോസ് ഷണ്ണനും വെള്ളത്തിൽ ഇറങ്ങി. വെള്ളം കൂടി തളച്ചതല്ല, ഒഴിച്ചതല്ല, വെള്ളത്തിൽ ഇറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു. വെള്ളത്തിൽ മുക്കി സ്നാനം കഴിപ്പിച്ചു. എന്തോ മനസ്സിലായി? ഇപ്പൊ തിരുവചനം വെറുതെ വായിച്ചാൽ പോരാ, വായിക്കുന്നത് ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രം പോരാ, ഗ്രഹിക്കുന്നത് അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു. എബ്രായർ 2, 1 മുതൽ 4 വരെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പൊ കേട്ട വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ദൈവത്തിന്റെ സ്തോത്രം. നാം അത് കരുതിക്കൊണ്ടില്ലെങ്കിൽ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വചനം ശ്രദ്ധയോടെ കേൾക്കണം, ഗ്രഹിക്കണം, അതനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പൊ 1, വചനത്തെ എങ്ങനെ മാനിക്കണം? 1, വായിക്കണം ദിനം തോറും. 2, വായിക്കുന്നത് ഗ്രഹിച്ച് അനുസരിക്കണം. വെറുതെ ചെവികടെ കേട്ട് ചെവികടെ ഇറങ്ങി പോയാൽ പോരാ. എല്ലാ ഞായറാഴ്ച രാവിലെ കുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. പ്രയോജനം വല്ലതും ഉണ്ടോ? അവര് പറയുന്നതെല്ലാം യഹൂദന്മാരുടെയാ. സഹോദര, തിരുവചനം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മുൻവിധിയോടുകൂടെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ പാഴാക്കാതെ സത്യം ഗ്രഹിച്ചനുസരിക്കണം. ഷണ്ണൻ അനുസരിച്ചതുപോലെ നാം അനുസരിക്കാൻ തയ്യാറാകണം. ഇനി 3, ഇപ്പൊ തിരുവചനം വായിക്കണം, വായിച്ചത് ഗ്രഹിച്ചനുസരിക്കണം. 3, ഈ വചനമാകുന്ന വിത്ത് നാം വിതയ്ക്കണം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അപ്പൊ അതായത് ഈ വചനമാകുന്ന വിത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? വിതയ്ക്കണം. നമ്മൾ കേട്ട് ഗ്രഹിച്ചു, മനസ്സിലാക്കി, അനുസരിച്ചു, അത് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ തിരുവചനം വിതയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് കർത്താവ് പ്രകാരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13-ന്റെ 1 മുതൽ 9 വരെ. മത്തായി 13, 1 മുതൽ 9 വരെ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവിടുത്തെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവിടുന്ന് പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവിടുന്ന് ഉപമകളായി അവരോട് പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് വീണു, അത് മുളച്ചു വന്നു, പക്ഷേ വേരില്ലായികയാൽ സൂര്യൻ ഉദിച്ചാറി ചൂട് തട്ടി വേരില്ലായികയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു വളർന്നതിനെ ഞെരുക്കി നിഷ്ഫലമാക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100, 60, 30 മേനി ഫലം കൊടുത്തു. അപ്പൊ നോക്കി, ഇവിടെ കർത്താവ് പറയുകയാണ്, വിതയ്ക്കുന്നതിന് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ഓക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 23 വരെ. എന്താ വായിക്കുന്നത്? എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തൻ ദൈവരാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ വിതച്ചത് പിശാച് എടുത്തു കളയുന്നതാകുന്നു വഴിയരികെ വിതയ്ക്കപ്പെട്ടത്.
പറവകൾ തിന്നു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ ആ വചനത്തെ പറവകൾ കൊത്തിക്കളെന്ന് പറഞ്ഞാൽ പിശാച് അത് എടുത്തു കളയുന്നു. ഇനി പാറസ്ഥലത്ത് വീണതോ, ചിലർ വചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്കും. പക്ഷേ വചന നിമിത്തം ഉപദ്രവമോ ഞെരുക്കോ ഒക്കെ വരുമ്പോൾ ഉണങ്ങിപ്പോവും. അതാ വേരില്ലായകിയാൽ, വേരിന് താഴ്ചയില്ലായകിയാൽ സൂര്യൻ ഉദിച്ചാറേ ചൂട് തട്ടി ഉണങ്ങിപ്പോയി. ഇനി ചിലത് മുള്ളിനിടയിൽ വീണു. അതാ മുള്ളിനിടയിൽ വീണത് ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ ചിന്തയും ഒക്കെ അങ്ങോട്ട് വരുമ്പോൾ ഇനിയിപ്പോ അനുസരിക്കാനൊക്കെ വെച്ച് പാടാ. അതുകൊണ്ട് വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ അങ്ങ് ജോലിക്ക് പോവുക. കിടക്കുന്നു ഉപദേശം എവിടെ കിടക്കുന്നു. അതാ ധനത്തിന്റെ ചിന്തയും ഈ ലോകത്തിന്റെ ചിന്തയും ഒക്കെ വരുമ്പോൾ അത് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്നു. ഇനി നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അവർ എന്ത് ചെയ്യുന്നു? 100, 60, 30 മേനി ഫലം കൊടുക്കും. അപ്പൊ നല്ല നിലത്ത് വീണ വിത്ത്. അപ്പൊ ഇവിടെ വിത്ത് ദൈവവചനത്തെയും വിതയ്ക്കുന്നവർ ദൈവദാസന്മാരും, വിത്ത് വീഴുന്ന വിവിധ ഇടങ്ങൾ വിവിധ തരത്തിലുള്ള മനുഷ്യന്റെ ഹൃദയങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുവാനുള്ള വലിയ ആഹ്വാനം ഉത്തരവാദിത്തം കർത്താവ് നമുക്ക് തന്നിരിക്കുക. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കൊടുത്ത സുവിശേഷ ദൗത്യത്തിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ വിത്ത് വിതയ്ക്കണമെന്ന്. വായിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഇനി കേട്ടോണേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി. എന്ന് പറഞ്ഞാൽ ദൈവവചനമാകുന്ന വിത്ത് ഞാൻ കൽപ്പിച്ചതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വചനമാകുന്ന വിത്ത് വിതയ്ക്കണം. ഇവിടെ കർത്താവ് ഊന്നി പറഞ്ഞ കാര്യം എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തിരുവചനത്തെ അങ്ങനെ വായിക്കണം. 1, ദിനംതോറും ഇത് ശ്രദ്ധയോടെ വായിക്കണം. 2, ഇത് ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രം പോരാ, അനുസരിക്കണം. ഷണ്ണനുസരിച്ചതുപോലെ അനുസരിക്കണം. ഇതുവരെ സ്നാനപ്പെടാത്ത വ്യക്തികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഒഴിച്ചും തെളിച്ചും കുടഞ്ഞും ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം, ശരിയായ അനുസരണം, ഷണ്ണൻ കാണിച്ച മാതൃക, യേശു കാണിച്ച മാതൃക, അത് പിൻപറ്റുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. വിതയ്ക്കണം. അപ്പൊ നമ്മൾ വായിച്ചു, ഗ്രഹിച്ചു, അനുസരിച്ചു, അത് വിതയ്ക്കുക. ഈ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ വചനത്തെ നമ്മൾ എങ്ങനെ മാനിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വചനത്തെ മാനിക്കുവാൻ നല്ല തീരുമാനമെടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ദൈവവചനത്തെ എങ്ങനെ മാനിക്കണമെന്ന് അവിടുന്ന് നിങ്ങളെ കേൾപ്പിച്ചല്ലോ. കേട്ട വചനത്തിനനുസരിച്ച് തിരുവചനത്തെ മാനിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചനത്താൽ അവരെ നിറയ്ക്കണമേ. വചനം ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. രോഗത്തിലും കഷ്ടതയിലും ഭാരത്തിലും നിരാശയിലും വേദനയിലും മാനസിക സമ്മർദ്ദങ്ങളിലും മറ്റ് ആകുലതകളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കർത്താവ് കരുണ കാണിക്കണമേ. ദൈവകൃപയിൽ പ്രിയ മക്കളെ സൂക്ഷിക്കണം. അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാൻ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ വചനം ശരിക്ക് വായിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് വിതച്ച് നിത്യജീവന അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747 09799
977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻ സ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.